അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. എല്ലാവർക്കും ഫാത്തിമ സിമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ഓരോ വെറൈറ്റി കാണിക്കുമ്പോൾ അടുത്തത് ഏതാണെന്നുള്ളത് ഒരു ചിന്ത ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ. നമ്മളെ അടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ ബോഗൺവില്ലകൾ. ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് വേണ്ടേ, ഒരുപാട് വേണ്ടേ. ഒരു തൈക്ക് 500 750 ഒക്കെ വേണം. അപ്പോൾ ഇതിൽ നിന്ന് വിറ്റിട്ട് നമുക്ക് പുതിയ തൈ വാങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ തൈ ഇപ്പോൾ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ. അത് ഞാൻ വീഡിയോ ചെയ്യും കൊടുക്കുമ്പോൾ. പിന്നെ അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ ഓറഞ്ച് ആണ് കേട്ടോ വരുന്നത്. ഓറഞ്ച് കളറ്, അതൊരു വല്ലാത്ത കളർ തന്നെയല്ലേ. നോക്കിയേ, ഈ ഓറഞ്ച് കളറെന്ന് വെച്ചാൽ അല്ലേ, എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. ഇത് പറയുന്ന പോലെ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഇത് 2 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെവിടെയും കണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, 2 സൈസിൽ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലത്തെ ലീഫ് അതിന് വരുന്നത്. ഇല അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോഡലാണ് വരുന്നത്. വേറൊരു സൈസ് വരുന്നുണ്ട്, അതിൻ്റെ ലീഫ് വരുന്നത് ഇത്ര കട്ടി വരുന്നില്ല. ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലല്ല വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങുക. ഇതാണ് ഭംഗി. നിറയെ പൂക്കൾ മറ്റേമിലും ഉണ്ടാവും, പക്ഷെ അതിൽ ഒന്നുകൂടി നമുക്ക് ഈ പൂക്കളില്ലാത്ത കാലത്തും ഈ ലീഫ് ഉണ്ടെങ്കിൽ, ലീഫ് മാത്രമാണല്ലോ പൂക്കളില്ലാത്ത കാലം ചെടിയിലുണ്ടാവുക. അപ്പോൾ ഈ ലീഫ് മാത്രമാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. മറ്റേ ചെടിയെന്ന് വെച്ചാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല ലീഫ് കാണാൻ. അപ്പോൾ കഴിയുന്നതും ഇത് തന്നെ കിട്ടുമെങ്കിൽ ഇത് തന്നെ നോക്കി വാങ്ങുക കേട്ടോ. പിന്നെ ഇതിൻ്റെ തൈകളാക്കുകയെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. നിങ്ങൾ അറിയുന്ന ആൾക്കാർ വീഡിയോ പേര് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ വർഷമായ പ്ലാന്റ്, അതുകൊണ്ടാണ് പേര് ഓർമ്മയില്ലാത്തത്. ഇപ്പോഴാണ് ഓരോ ചെടിക്കും ഇങ്ങനെ പേര് നമ്മൾ ചോദിക്കുകയും പറയുകയും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അന്ന് ഇത് 10 വർഷം മുന്നേ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല പേരൊന്നും. ചെടി കാണും, പൂക്കൾ കാണും, വാങ്ങിക്കൊണ്ടുവരും, ഉണ്ടാക്കും, അങ്ങനെ ചെയ്യൽ. അങ്ങനെയാണ് കുറേ എണ്ണം പേരറിയാതെ പോയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളങ്ങൾ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ചെയ്യുന്നോണം തന്നെ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഉണ്ട്, ചാണകപ്പൊടി ചെയ്യുക. ഞാൻ ആട്ടുംകാഷ്ടത്തിൻ്റെ പൊടിയാണ് ചെയ്യൽ. ചാണകപ്പൊടിയേക്കാണ് ഒന്നുകൂടിയും വളം കൂടുതൽ വരുന്നത് ആട്ടുംകാഷ്ടത്തിൻ്റെ പൊടിയിലാണ്. അങ്ങനെ അത് ചെയ്യുക. പിന്നെ DAP സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, DAP നിങ്ങൾ ഏതാണ് ചെയ്യലെന്ന്. 2 സൈസിൽ DAP വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അതിൽ ബ്ലാക്ക് എന്ന് വെച്ചാൽ ബ്ലാക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്കിനേക്കാളും നല്ലത് വൈറ്റാണ്. അങ്ങനെ ഞാൻ കേട്ടൊരറിവുണ്ട്. പിന്നെ ബ്ലാക്ക് ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു വളം അങ്ങോട്ട് എന്താ പറയുക ചെടികൾക്ക് വലിച്ചെടുക്കുന്ന ശക്തിയിൽ വലിച്ചെടുക്കുന്നതായിട്ട് കാണുന്നില്ല. അതേ സ്ഥാനത്ത് വൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്യലും അതാണ് ഇപ്പോൾ. പിന്നെ ഇത് അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ചട്ടിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചും കൊടുക്കാം. പിന്നെ ആ ചെടി നല്ല ഗ്രോത്തായി വരാൻ നമ്മൾ ചെടി നട്ട ശേഷം നമ്മൾ 19 ഈ പറഞ്ഞ പോലെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ചട്ടിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചും കൊടുക്കുക. അതുപോലെ തന്നെ പൊടി ഇട്ടും കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.